നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ അന്വേഷണ കമ്മീഷനെയും നിയമിച്ചു കഴിഞ്ഞു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കഴിഞ്ഞ 5-6 ദിവസത്തെ പരിശ്രമ ഫലമായി ജനങ്ങളുടേതടക്കമുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ രൂപീകരിക്കേണ്ടി വന്നു. സർക്കാർ 1,06,00,000 രൂപ ചെലവഴിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി. സർക്കാരിന് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ കമ്മിറ്റിക്ക് പകരം അന്നേ അതിന് കമ്മീഷൻ ആക്കാമായിരുന്നു. കമ്മിറ്റിയാകുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളോ മറ്റൊന്നും സാധ്യമല്ല. പറയുന്ന മൊഴി എഴുതിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കമ്മീഷൻ, ആ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇങ്ങനെ ഒരു കമ്മീഷൻ പ്രാഥമിക അന്വേഷണം നടത്തട്ടെ എന്ന നിലയിലേക്ക് പോകുന്നത് തന്നെ ആശ്വാസമല്ല. ഇരകൾക്ക് നീതി കിട്ടാൻ ഇത് ഒരിക്കലും പ്രാപ്തവുമല്ല. വീണ്ടും ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണാനും ഇരകൾക്ക് നീതി കിട്ടാതിരിക്കാനും വേട്ടക്കാർ ശിക്ഷിക്കപ്പെടാതിരിക്കാനുമാണ് സർക്കാർ ഈ നീക്കങ്ങളിലേക്ക് പോകുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇങ്ങനെ ഒരു അന്വേഷണ സംഘം വന്നതുകൊണ്ട് എന്തു ഗുണമാണ് ഇരകൾക്കുണ്ടാവുക? ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നടികൾ പലരും മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അവരൊക്കെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരല്ല എന്ന സൂചനയാണ് പലപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ചില ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് തങ്ങൾക്കെതിരെ ഉണ്ടായ ചൂഷണങ്ങളെ പറ്റി തുറന്നു പറയുന്നത്. അവരും കേസ് കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. ഈ മൊഴി ഇനി അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് മൊഴി എന്ന് പറഞ്ഞ് വീണ്ടും അവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് കേസിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് പോകാനോ ഉള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെല്ലാം അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം തന്നെ ഇതിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത. സർക്കാരിന്റെ ഈ ലക്ഷ്യം അതുതന്നെയാണ്. യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ് ഹേമ കമ്മിറ്റി എന്ന് നമുക്കറിയാം. അതിൽ ആ ജസ്റ്റിസിന്റെ സത്യസന്ധത കൊണ്ട് മാത്രമാണ് ഇത്തരം വിവരങ്ങളെങ്കിലും പുറത്തു വന്നത്. എന്നിട്ടും അവർ നൽകിയ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ സർക്കാർ മറച്ചുവെച്ചത് എന്തിനാണ്? ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ താല്പര്യം കാട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഫെബ്രുവരിയിൽ ഇതിനു വേണ്ടി അപേക്ഷ നൽകിയെങ്കിലും റിപ്പോർട്ടുകൾ കൊടുക്കാതെ വിവരാവകാശ കമ്മീഷന് പോലും നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവസാനം സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ വിളിച്ചു വരുത്തുമെന്ന് മനസ്സിലായപ്പോൾ മാത്രം ഈ റിപ്പോർട്ട് നൽകുകയും വിവരാവകാശ കമ്മീഷൻ നോക്കിയപ്പോൾ സ്വകാര്യതയെ ഖണ്ഡിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ആ ഭാഗങ്ങൾ പുറത്തുവിടരുതെന്ന് അവർ പറയുകയുമായിരുന്നു. എന്നിട്ടും പറയാത്ത ഭാഗങ്ങൾ കൂടി മറച്ചു വെച്ചുകൊണ്ട് സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചത് CPM-ലെ പല ഉന്നതന്മാരെയും CPM-വുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമാ സംഘടനയിലെ പല ആൾക്കാരെയുമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. മുകേഷ്, മണിയൻപിള്ള രാജു അടക്കമുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മുകേഷ്, ഗണേഷ്, മണിയൻപിള്ള രാജു, സിദ്ദിഖ്, അതുപോലെ തന്നെ നിരവധി പേരുടെ പേരുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രസക്തമായ പേരുകൾ തന്നെയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിന്റെ പേര് വന്നപ്പോൾ തന്നെ അത് വ്യക്തവുമായിരുന്നു. 4.5 വർഷം ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിപദത്തിലേക്ക് അവരോധിച്ചതും മുകേഷിന് വീണ്ടും സീറ്റ് നൽകിയതും. എന്താണ് സർക്കാരിന്റെ ഇതിലെ താല്പര്യമെന്ന് വ്യക്തമാക്കാൻ ഇനി പാഴുപടിപ്പുരയിലേക്ക് പോകേണ്ട കാര്യമില്ല. CPM-ലെ ഉന്നതന്മാരെ, CPM-വുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാനും CPM-ന്റെ മന്ത്രിമാരെ സംരക്ഷിക്കാനും ഉള്ള ശ്രമമായിരുന്നു ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗണേഷ് കുമാറിനെ കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ ഗണേഷ് കുമാർ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. മുകേഷ് വളവളാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആരോപണത്തിന് മറുപടി പറയാതെ സ്വന്തം സഹോദരിയും ബന്ധുക്കളും അടക്കം സിനിമാ രംഗത്തുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ ഇപ്പോൾ നിയമിച്ചത് ഒരിക്കലും ഇതിലെ കുറ്റക്കാരെ കണ്ടെത്താനോ ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാനോ അല്ലെങ്കിൽ വേട്ടക്കാരെ ശിക്ഷിക്കാനോ അല്ല എന്ന് വ്യക്തമാവുകയാണ്. സർക്കാരിന്റെ ഇതിലെ താല്പര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കേണ്ടി വന്നതുപോലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയും അത് സമൂഹത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളും മൂലമാണ്. ജനങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ ഇറങ്ങിയതുകൊണ്ടാണ്. സിനിമാ രംഗത്ത് നിന്ന് കേൾക്കുന്ന കഥകൾ ഒട്ടും ആശ്വാസമല്ല. സ്ത്രീകളെ വെറും മാംസമായി കാണുകയും മാംസ കച്ചവടം നടത്തുകയും ചെയ്യുന്ന ആൾക്കാരായി മാത്രമേ ഇവരെ കാണാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലൊരു ഗൗരവകരമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും 4.5 കൊല്ലം അത് വെച്ചുകൊണ്ടിരിക്കുകയും അതിൽ ആരോപണ വിധേയരായവരെ മന്ത്രിയും MLA-യും ഒക്കെ ആക്കാൻ തുനിയുമ്പോൾ എന്താണ് സാധാരണക്കാരായ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും മനസ്സിലാക്കുന്നത്?
മനസ്സിലാക്കേണ്ടത്.